നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. വഴിപാടുകൾ ഫലിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്കതൊരു ചെറിയ വിഷയമല്ല, വലിയ വിഷയം തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ മനസ്സായിട്ട് എല്ലാ കാര്യവും ചെയ്യണം. നമുക്ക് കാര്യം സാധിക്കണം എന്നാൽ നമുക്ക് അത്രയനുസരിച്ച് കഷ്ടപ്പെടാനും വയ്യ. ഇപ്പോഴത്തെ ഒരു 50% ആൾക്കാരുടെ ഒരു ചിന്താഗതി അതാണ്, കഷ്ടപ്പെടാൻ വയ്യ, അനുസരിച്ച് കാര്യം സാധിക്കണം. അപ്പം നമുക്ക് കഴിവതും വഴിപാടുകളുടെ ഒരു എപ്പിസോഡ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വഴിപാടുകൾ പറഞ്ഞ് കാര്യം സാധിക്കാതിരിക്കുക. വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കുമ്പോൾ അവിടുത്തെ ദേവനെ അല്ലെ ദേവിയെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ദാസൻ അല്ലെ നമ്മുടെ ഒരു കൂലിക്കാരനാക്കുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവാം. ഇവിടുത്തെ ഭഗവാൻ ചില അവസ്ഥ ദുരിതമായിട്ട് വരാം. അപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടാനുള്ള യോഗമില്ല, അയാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സാണ്. അപ്പോൾ അയാൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ വഴിപാട് പറഞ്ഞു കഴിയുമ്പം അവിടുത്തെ ഭഗവാൻ ദുരിതത്തിലാവും. നമുക്ക് ആ ഭഗവാന്റെ നമ്മളെ നോക്കി നമുക്ക് വേണ്ട പരിഹാരം നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ ആളുടെ വിഷയം നമ്മൾ കണ്ടെത്തുകയാണ്. നമ്മൾ ജാതകപ്രകാരം വിഷയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ ജാതകം ചിന്തിക്കാതെ നമ്മൾ വഴിപാട് പറയുമ്പം നമ്മുടെ ഭാഗത്ത് തെറ്റാത്. അതിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമല്ല, നമുക്ക് പ്രതികൂലമായിട്ട് അനുഭവമായിരിക്കും നമുക്കുണ്ടാവുന്നത്. നമ്മൾ പറയും വഴിപാട് പറഞ്ഞ കാര്യം സാധിച്ചില്ലോ എന്ന് പറയും. ഒരാൾക്ക് ലോട്ടറി അടിക്കണം, അല്ലെ ഒരാൾക്ക് നിധി കിട്ടണം, അല്ലെ ഒരാൾക്ക് ചിട്ടി കിട്ടണം. അപ്പം അവർക്ക് ജാതകത്തിൽ ആ സമയമാണോ നമ്മൾ നോക്കിയിട്ട് വഴിപാട് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ആ സമയമല്ല, അത് കിട്ടാൻ യോഗമില്ല എങ്കിൽ വഴിപാട് പറഞ്ഞിട്ട് ഒരു കഥയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പലരും ഒരു വിഷയങ്ങൾ വരുമ്പോൾ വഴിപാടുകൾ പലയിടത്തും പല വഴിപാടുകൾ നേർന്നിടും. അവനെ കൊണ്ട് കഴിയാവുന്ന വഴിപാടുകളെ ചെയ്യാവും. സ്വർണ്ണക്കുടം കൊടുക്കുക, അല്ലെങ്കിൽ സ്വർണ്ണ പൂജാപത്രം കൊടുക്കുക അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രാപ്തിയുള്ളവരുണ്ട്, ഇല്ലെന്നുള്ളതല്ല. അപ്പോൾ നമുക്കങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നമുക്ക് വഴിപാട് പറയാതിരിക്കുക. വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കുന്നതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അത് നമുക്ക് അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് വഴിപാട് കഴിവതും പറഞ്ഞ് കാര്യം സാധിക്കാതിരിക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിപാടുകൾ ഫലിക്കാതാവുന്നത് ഒന്നുകിൽ ആ മനസ്സോടെ ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്കൊരു എന്ത് വഴിപാട് പറഞ്ഞാൽ 1 വർഷമാണ് കാലാവധി, 1 വർഷത്തിനകമായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്കത് വിശദമായിട്ട് വിഷയം ചിന്തിക്കണം. വഴിപാട് പറയുമ്പോഴും നമുക്ക് വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ, അല്ല വഴിപാട് പറഞ്ഞാൽ നമുക്ക് മാറുന്ന വിഷയമാണെന്നുള്ള ചിന്തിച്ചിട്ട് നമുക്ക് ആ വഴിപാട് പറയുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. മനസ്സായിട്ട് നമ്മൾ ചെയ്യുക. പറഞ്ഞ അളവ്, ഇപ്പോൾ നമുക്ക് 1 പവൻ്റെ താലി കൊടുക്കാമെന്ന് അമ്പലത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 പവൻ്റെ മാല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യം 1 പവൻ തന്നെ കൊടുക്കണം. നമുക്കത് കുറവുകൾ വരാൻ പാടില്ല. അത് കൊടുക്കുന്ന കാര്യത്തിന് നമുക്ക് സംശുദ്ധമായിരിക്കണം. ഇപ്പോൾ ചില ക്ഷേത്ര കൗണ്ടറിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ അകത്തേക്ക് പോയ വിളക്കുകൾ തന്നെ തിരിച്ച് പോളിഷ് ചെയ്ത് വീണ്ടും ക്ഷേത്ര കടകളിലൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ സംശുദ്ധമായിരിക്കും. ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് അകത്തോട്ട് പോകുന്ന മാലകൾ തിരിച്ച് വീണ്ടും ക്ഷേത്ര കൗണ്ടറുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ ഒന്നുകിൽ കഴിവ് നമ്മുടെ കയ്യിൽ നിന്ന് കെട്ടിക്കൊണ്ട് കൊടുക്കുക. മാലകളൊക്കെ ആണെങ്കിൽ ഹോൾസെയിലായിട്ട് ഈ പറഞ്ഞ പോലെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നൊക്കെ നമ്മൾ വിളക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കൊടുക്കുന്ന വസ്തുക്കൾ നമുക്ക് സംശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ കാര്യസാധ്യം, ഒരു കേസ് ജയിക്കുക, നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരുന്നൊരു കേസാണ്. പ്രത്യേകിച്ച് വഴിപാട് പറയേണ്ട ആവശ്യകതയില്ല. പിന്നെ ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല, അതിന് ജാതകപ്രകാരം ഉള്ളതാണോ കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് നമുക്ക് പരിഹരിക്കുക, അതിന് വഴിപാട് പറയാതിരിക്കുക. പിന്നെ നമുക്ക് ചിലർക്ക് വഴിപാടുകൾ അവർ പറയും ജീവിതകാലം മൊത്തം ഞാൻ ഒരുപാട് വഴിപാടുകൾ പറഞ്ഞിട്ട് ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷെ ഇവർക്ക് ആദ്യം സാധിച്ചിട്ട് ഇവർ കൊടുത്തു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും പിന്നീട് വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കാതെ പോയത്. പിന്നെ വഴിപാടുകൾ കൊണ്ട് നിൽക്കാതെ ദുരിതങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉള്ളതെങ്കിൽ ആ വഴിപാട് നമുക്ക് ഫലിക്കത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് അതികഠിനമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ദോഷം കിടപ്പുണ്ട്. ആ ദോഷം, കുടുംബ ദോഷങ്ങൾ നല്ലോണം കിടക്കുന്ന ഒരു വ്യക്തി ഇനി എന്ത് പറഞ്ഞാലും, ഇനി സ്വർണം കൊണ്ട് തുലാഭാരം പറഞ്ഞാലും ആ ആളിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുടുംബ വിഷയങ്ങൾ നോക്കി പരിഹരിച്ച് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാര്യം സാധിക്കുന്ന കാര്യമാണെങ്കിൽ അതിന് വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു കാര്യം സാധിക്കും. പിന്നെ നമുക്ക് ഈ ചില ക്ഷേത്രങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചൈതന്യം കുറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചോണം നിർബന്ധമില്ല. അവിടുത്തെ പൂജാവിധാനത്തിലെ കുറവുകൾ കൊണ്ടാകാം, അശുദ്ധികൾ, പ്രത്യേകിച്ച് അശുദ്ധികൾ ധാരാളം ബാധിച്ചിട്ടുള്ളത് കൊണ്ടാവാം. അതുപോലെ അവിടെ ചെയ്യുന്ന കർമ്മിയുടെ കർമ്മപുഷ്ടിയില്ലായ്മ ഉണ്ടാവാം, തന്ത്രയുടെ കർമ്മപുഷ്ടിയില്ലായ്മ ഉണ്ടാവാം, അവിടുത്തെ കമ്മിറ്റിക്കാരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാവാം, എന്തും ആയിക്കോട്ടെ. ഇപ്പം നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ ക്ഷയിച്ച് കിടക്കുന്നതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ക്ഷയിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അപ്പം ചില ക്ഷേത്രങ്ങളിൽ പറഞ്ഞ നമുക്ക് ചൈതന്യവർദ്ധന വേണ്ട കാര്യങ്ങളൊക്കെ ചില ക്ഷേത്രക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ഡേഷൻ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആവശ്യകതയാണ്.
അപ്പോൾ നമുക്ക് ക്ഷേത്രത്തെ ഇപ്പോൾ ഇത് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പവറുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഫലിക്കും, അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഭഗവാനാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിപാടുകൾ ഫലിക്കുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കൊരു വഴിപാട് ഫലിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വഴിപാട് പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് വഴിപാട് പറയുന്നതിന് പിന്നിലും ഒരു സത്യങ്ങളുണ്ടെന്നുള്ള ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.